മത്സ്യത്തൊഴിലാളികളുടെ അറുതിയില്ലാത്ത ദുരിതത്തിന്റെ നാളുകളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന്. ട്രോളിംഗ് നിരോധനം അവസാനിക്കാറായിട്ടും അറ്റകുറ്റപ്പണികൾ പോലും നടത്താനാവാത്ത അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്താനുള്ള പണം പോലും കണ്ടെത്താനാവാതെ ദുരിതത്തിലാണ് ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ. അതുമാത്രമല്ല, നിലനിൽപ്പ് പ്രതിസന്ധിയിലായതിനെ തുടർന്ന് മത്സ്യബന്ധന ബോട്ടുകൾ കൂട്ടത്തോടെ പൊളിച്ചു മാറ്റുകയും ചെയ്യുകയാണ്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ചാകരക്കോളുകൾ തേടി മത്സ്യബന്ധന ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ അതിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ബോട്ടുകളുടെ അറ്റകുറ്റപ്പണി നടത്താനാവാത്ത അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധന കാലയളവ് തീരദേശത്തെ സംബന്ധിച്ച് ബോട്ടുകളുടെ കേടുപാടുകൾ തീർക്കുകയും നവീകരണ പ്രവർത്തനങ്ങൾക്കുമുള്ള സമയമാണ്. മുൻവർഷങ്ങളിൽ വൻ തുക മുടക്കിയാണ് ബോട്ടുകൾ ഒട്ടുമിക്കതും അറ്റകുറ്റപ്പണി തീർത്തിരുന്നത്. കടം വാങ്ങിയും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്തുമാണ് ബോട്ടുകൾ നവീകരണ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തുന്നത്. എന്നാൽ കഴിഞ്ഞ സീസണിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ബോട്ടുടമകൾക്കുണ്ടായത്. കൂടാതെ ഫിഷറീസ് വകുപ്പ് ഭീമമായ പിഴ ചുമത്തുന്നതും പ്രതിസന്ധിയിലാക്കി. പ്രതിസന്ധികൾക്കിടെ പണം കണ്ടെത്താനാകാതെ അറ്റകുറ്റപ്പണികൾ നടത്താനാവാത്ത സ്ഥിതിയിലാണിപ്പോൾ. ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് തന്നെ ആഴ്ചകളോളം കടലിലിറങ്ങാനും കഴിഞ്ഞിരുന്നില്ല. ഇതും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി. മുൻവർഷങ്ങളിൽ ഇതര ജില്ലകളിൽ നിന്നും വിദഗ്ധരായ തൊഴിലാളികളെ എത്തിച്ചാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നത്. എന്നാൽ വലിയ തുക നൽകി തൊഴിലാളികളെ എത്തിക്കാനാവാത്ത സാഹചര്യവും തിരിച്ചടിയാവുന്നുണ്ട്. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ പോലും അനിശ്ചിതത്വത്തിലായതോടെ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞാലും എങ്ങനെ കടലിൽ ഇറങ്ങാനാവുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം കൂടുതൽ കേടുപാടുകൾ സംഭവിച്ച ചില ബോട്ടുകൾ താൽക്കാലിക നവീകരണ പ്രവർത്തികൾ നടത്തുന്നുണ്ട്. ഡീസൽ വില വർധനവിലും ഫിഷിംഗ് റെഗുലേഷൻ ആക്ടിലും ലക്ഷങ്ങളുടെ നഷ്ടത്തെ തുടർന്ന് മത്സ്യബന്ധന ബോട്ടുകൾ കൂട്ടത്തോടെ പൊളിക്കുകയാണ്. 10-ലധികം ബോട്ടുകളാണ് ഈ സീസണിൽ പൊളിച്ചുമാറ്റിയത്. പൊന്നാനി, താനൂർ, പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലെ ഹാർബറുകളിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 50ഓളം ബോട്ടുകളാണ് പൊളിച്ചുമാറ്റിയത്. ഈ സീസണിൽ മാത്രം 10-ലധികം ബോട്ടുകളാണ് പൊന്നാനി ഹാർബറിൽ പൊളിച്ചത്. നഷ്ടമേറെ സംഭവിക്കുന്ന ചെറിയ മരബോട്ടുകളാണ് പൊളിക്കുന്നതിൽ ഭൂരിഭാഗവും. ഡീസൽ വില വർധന കുത്തനെ ഉയർന്നിട്ടും മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ സബ്സിഡി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി. എല്ലാം നഷ്ടമായിട്ട് പൊളിക്കുന്നതാണ്. പണിയെടുക്കാൻ സമ്മതിക്കാനുള്ള ഗവൺമെൻറ് ഫിഷറീസ്. മറ്റേ കര വലിക്കണതിന് ഫൈന്, മറ്റേ രാത്രി വലിച്ച ഫൈന്, അങ്ങനെയെല്ലാം പാട് ലക്ഷക്കണക്കിന് രൂപയാണ് ഫൈൻ വരുന്നത്. 2 ലക്ഷം 1.5 ലക്ഷം എല്ലാം ഫൈനിടാണ് ചെയ്യുന്നത്. മത്സ്യബന്ധന യാനങ്ങൾക്ക് നൽകുന്ന ഡീസൽ വിലയിൽ റോഡ് സെസ്സും മറ്റ് നികുതികളും ഏർപ്പെടുത്തുന്നതും ഈ മേഖലയെ തകർച്ചയിലാക്കിയിട്ടുണ്ട്. ഫിഷിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതിയുടെ പേരിൽ ലക്ഷങ്ങളും 10,000ങ്ങളും പിഴ ചുമത്തുന്നത് ബോട്ടുടമകൾക്ക് ഭാരിച്ച സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. മത്സ്യലഭ്യത കുറഞ്ഞ സീസണിലും ഇത്തരത്തിൽ പിഴ ചുമത്തുന്നത് മൂലം വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. 12 മുതൽ 15 വർഷം പഴക്കമുള്ള ബോട്ടുകളുടെ രജിസ്ട്രേഷൻ പുതുക്കി നൽകാത്തതും ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇതുമൂലം നിരവധി മത്സ്യബന്ധന യാനങ്ങൾ പൊളിച്ചു കളയേണ്ട ഗതികേടിലാണ് ബോട്ടുടമകൾക്കിപ്പോൾ. ഇതിനു പുറമെ മത്സ്യലഭ്യത കുറഞ്ഞതും ലഭിക്കുന്ന മത്സ്യത്തിന് വിപണിയിൽ വില ലഭിക്കാത്തതും തീരദേശ മേഖലയെ പട്ടിണിയിലാക്കി. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ കടലിന്റെ മക്കൾ അവിടെ തന്നെ ഉണ്ടാകും.